സുധാകരൻ്റെ നിലപാടിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങൾ ആരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഏതെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഹൈക്കമാൻഡേയും കേരളത്തിലെ പാർട്ടിയുടെയും നിലപാടുകൾ സുധാകരനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് സുധാകരനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വന്ന് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനുനയം നടന്നോ ഇല്ലയെന്നുള്ളത് സുധാകരനാണ് മറുപടി പറയേണ്ടത്. അതല്ല, സുധാകരൻ പറയുന്ന വാദം എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അന്ന് തന്നെ സുധാകരന് കൊടുത്ത വാക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്നുള്ളത്. ആ വാക്ക് ഇപ്പോൾ നേതൃത്വം തെറ്റിച്ചു എന്നതാണ് സുധാകരൻ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ആരാണ്? ഞാനൊരിക്കലും ശ്രമിച്ചിട്ടില്ല. എൻ്റെ പണിയല്ലല്ലോ ഇത്. പാർട്ടിക്കകത്ത് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം അല്ലാതെ ഏൽപ്പിക്കാത്ത ജോലി ചെയ്യേണ്ട ആളൊന്നും ഞാനല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹമായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹമായിട്ട് തീർച്ചയായിട്ടും അതിനെന്താ? അല്ല, ഉത്തരവാദിത്വം എനിക്കല്ലല്ലോ. അദ്ദേഹം എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു, അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. കേവലം ഒരു MP മാത്രമായി ഞാനെങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും അദ്ദേഹത്തെ അല്ല, അതിനെക്കുറിച്ച് ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഉത്തരം നേരിട്ടറിയാവുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ച് എൻ്റെ വായിൽ നിന്ന് ഉത്തരം പറയിപ്പിച്ചിരുന്ന കാര്യം. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ whenever you ask a question, അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാൻ പിന്നെ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല. സമൂഹ മാധ്യമങ്ങളല്ലല്ലോ കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിൻബലയും പിന്തുണയും. അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സമൂഹ മാധ്യമങ്ങളല്ല പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാലും നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വന്നല്ല പറ്റത്തുള്ളൂ. അപ്പം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കും. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. സിസ്റ്റമാണോ അതല്ലെങ്കിൽ പല അധികാര കേന്ദ്രങ്ങളാണോ കോൺഗ്രസിന്റെ ശാപം? അതായത് BJPയും CPM CPI ഒക്കെ ബഹുദൂരം മുന്നിലല്ലേ ഈ പ്രചാരണ കാര്യങ്ങളിൽ? കോൺഗ്രസിൽ ആര് വരും അല്ലെങ്കിൽ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയാത്തൊരു സാഹചര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനസമൂഹവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പൊതുജന വികാരത്തിനെതിരായി ഒരു കാര്യവും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാത്തിനെ കുറിച്ചും സ്വന്തമായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്. പക്ഷേ എൻ്റെ സ്വന്തമായ അഭിപ്രായം നിലപാട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണ്ട എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അനുനയിപ്പിക്കാനുള്ള നീക്കം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ അനുനയിപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയേണ്ടത് K. സുധാകരനാണ് എന്നുകൂടി പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.